പെപ്പർ മട്ടൺ കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. മട്ടൺ 700 ഗ്രാം, ഇഞ്ചി വെളുത്തുള്ളി 2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ, മല്ലിയില 1 പിടി, 3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, തൈര് 1 ടേബിൾ സ്പൂൺ. ഇവയെല്ലാം കൂടി നല്ലോണം ഗ്രൈൻഡറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഗ്രൈൻഡറിലേക്ക് എടുത്തു വെച്ച മല്ലിയില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മട്ടണിന് ആവശ്യമുള്ള ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മട്ടണിലേക്ക് പുരട്ടിയെടുക്കാം. നന്നായി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 1/2 hour നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 hour വെക്കാം. ഇതിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ 2 സവാള നീളത്തിൽ കട്ട് ചെയ്തത്, തക്കാളി 1 വേപ്പില, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ, പൊട്ടറ്റോ 2 അത് ഓപ്ഷണലാണ്. പൊട്ടറ്റോ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. അത് നിർബന്ധമൊന്നുമില്ല പൊട്ടറ്റോ ചേർക്കണമെന്ന്. പൊട്ടറ്റോ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ആദ്യം നമുക്ക് കുക്കറിലേക്ക് മട്ടൺ പുരട്ടി വെച്ച മട്ടൺ ഒരു 1/2 hour ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ പോവുകയാണ്. അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൊട്ടറ്റോയും കൂടിയും ചേർത്ത്, പൊട്ടറ്റോ ഞാൻ വലിയ പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർക്കണ്ട, മട്ടണിന് ഓൾറെഡി വെള്ളം വരും. അപ്പോൾ നമുക്ക് ഒരു 1/4 കപ്പോളം അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മതി. ഒരു 4 വിസിലാണ് ഞാൻ അടിക്കുന്നത്. അത് ഓരോരുത്തരുടെ കുക്കറിനും ഇതിനനുസരിച്ച് ചെയ്താൽ മതിയാവും. പിന്നെ ഒരു 10 കാഷ്യൂനട്ട് ഞാൻ നല്ല പേസ്റ്റായി അരച്ചെടുക്കുന്നുണ്ട്. കറിക്ക് കുറച്ച് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റാം. അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് വേപ്പില ആഡ് ചെയ്യാം. പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർക്കാം. നമ്മൾ എരിവിന് അനുസരിച്ച് കൂടുതൽ കുരുമുളകാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുരുമുളക് പൊടി അത് മസാല വഴന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ തക്കാളി എടുത്തിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റി, തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മസാല ഒന്ന് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. അത് നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിലേക്ക് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മട്ടണിൽ വെന്ത വെള്ളത്തോടിയിട്ട് തന്നെ ഒഴിച്ചാൽ മതിയോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയിലേക്ക് വേണ്ട. ഇപ്പോൾ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന് ഞാൻ പൊട്ടറ്റോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതിൽ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം ഒഴിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഇത്തിരി കറി പോലെ എടുക്കുന്നതുകൊണ്ടാണ് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട്
കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ അരച്ചു വെച്ച കാഷ്യൂനട്ട്, ഇത് ഗ്രേവി കുറവ് മതി എന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് അരക്കുമ്പോൾ നിങ്ങൾ വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല തിക്കായിട്ട് അരച്ചെടുത്താൽ മതിയാവും. പിന്നെ മട്ടനിലുള്ള വെള്ളം കൂടി മതിയാവും, അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. ഇതും അത്യാവശ്യം നല്ല തിക്കുണ്ട്, എന്നാലും കുറച്ച് കറി പോലെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമാണ് ഞാൻ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് പൊട്ടറ്റോ കൂടി ഇട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ആ പൊട്ടറ്റോയിലേക്ക് ആ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂവി, നമ്മുടെ മട്ടൻ പെപ്പർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.